ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ച ഒട്ടനവധി മലയാള സിനിമകളാണ് തിയേറ്ററിലെത്തിയത്. പുതിയ സിനിമകൾ തിയേറ്ററിലെത്തിയതോടെ പഴയ സിനിമകളുടെ തിയേറ്ററുകളുടെ എണ്ണം, സ്ക്രീൻ കളക്ഷൻ എന്നിവ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ടോവിനോ തോമസ് നായകൻ അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത് മെയ് 23 തിയേറ്ററെടുത്ത നരിവേട്ട എന്ന സിനിമയിലേക്ക് വന്നാൽ ഇന്നലെ വെള്ളിയാഴ്ചയോടെ ആദ്യ 22 ദിവസം പിന്നിട്ട ഈ സിനിമ നാലാമത്തെ ശനിയാഴ്ച കൂടിയായ 23 ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. ചിത്രം ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 10 ലക്ഷം രൂപയായിരുന്നു. 16 കോടി 80 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ ആദ്യ 22 ദിവസത്തെ കേരള കളക്ഷൻ. ഇന്ന് ശനി, നാളെ ഞായർ എന്നീ 2 ദിവസങ്ങളിൽ ചിത്രത്തിന് മികച്ച കളക്ഷൻ നേടിയെടുക്കാനാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 29-30 കോടി റേഞ്ചിലാണ്. ആസിഫ് അലി നായകനെ നവാഗതനായ സേതുനാഥ് പത്മകുമാർ തിരക്കഥ സംവിധാനം ചെയ്ത് ജൂൺ 6 തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി. ഈ സിനിമ 8ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ 12 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ചിത്രം 8 ദിവസം കൊണ്ട് കേരളത്തിൽ 3 കോടി 60 ലക്ഷം റേഞ്ചിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും ചിത്രം 5.5 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. മോഹൻലാലിന്റെ റീ റിലീസ് ചിത്രമായ ഛോട്ടാ മുംബൈ 8ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ 13 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ആദ്യ 7 ദിവസം കൊണ്ട് 2 കോടി 84 ലക്ഷം കേരള കളക്ഷനായി സ്വന്തമാക്കിയ ഈ സിനിമ 8ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ചയോടെ 2 കോടി 97 ലക്ഷം രൂപയാണ് കേരള കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത്. അതേസമയം 9ാം ദിവസമായ ഇന്ന് ശനിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ കൂടിയിട്ടുണ്ട്. ഇന്ന് ഏകദേശം 20 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. അങ്ങനെ ആദ്യ 9 ദിവസം കൊണ്ട് 3 കോടി 15, 3 കോടി 20 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ഏകദേശം 3.5 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ദിലീപ് നായകനായി നവാഗതനായ വിൻഡോ സ്റ്റീവൻ സംവിധാനം ചെയ്ത് മെയ് 9 തിയേറ്ററിൽ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. ഈ ചിത്രം 36ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ 2,25,000 രൂപയാണ് കളക്ട് ചെയ്തത്. ആദ്യം 36 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 17 കോടി 19 ലക്ഷം രൂപയുമാണ്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ സംബന്ധമായ വ്യക്തമായ വിവരം ലഭ്യമായിട്ടില്ലെങ്കിലും 25 കോടി റേഞ്ചിൽ തന്നെയാണ് ഈ സിനിമയുടെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. റോഷൻ മാത്യു, ദിലീഷ് പോത്തൻ എന്നിവർ പ്രധാന താരങ്ങളായി ഷാഹി കബീർ തിരക്കഥ സംവിധാനം ചെയ്ത് ഇന്നലെ ജൂൺ 13 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് റോന്ത്. ക്ലീൻ പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്തിരിക്കുന്ന ഈ സിനിമയുടെ ആദ്യ ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ചയിലെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ 60 ലക്ഷം രൂപയാണ് കേരള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. 2ാം ദിവസമായി ഇന്ന് ശനിയാഴ്ചയും ഈ സിനിമയ്ക്ക് കേരളത്തിൽ മികച്ച കളക്ഷൻ നേടിയെടുക്കാനായിട്ടുണ്ട്. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 80-90 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 1.5 കോടി റേഞ്ചിൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്ന ഈ സിനിമയുടെ 2 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ഏകദേശം 2-2.5 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. എസ് ബിപിൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഇന്നലെ ജൂൺ 13 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ഒരു മികച്ച ഫാമിലി കോമഡി എന്റർടൈനർ സിനിമയാണ് വ്യസന സമേതം ബന്ധുമിത്രാദികൾ. അനശ്വര രാജൻ, ജോമോൻ ജ്യോതിർ, സിജു സണ്ണി, അസീസ് നെടുമങ്ങാട്, നോബി മാർക്കോസ്, മല്ലിക സുകുമാരൻ, ബൈജു എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. ഈ സിനിമയുടെ ആദ്യ ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ചയിലെ കേരള കളക്ഷൻ 35 ലക്ഷം രൂപയാണ്. 2ാം ദിവസമായ ഇന്ന് ശനിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 45-50 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് ഏകദേശം 90 ലക്ഷം റേഞ്ചിൽ ഈ സിനിമ കേരള കളക്ഷൻ സ്വന്തമാക്കിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 1-1.5 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. കേരള ബോക്സ് ഓഫീസിൽ വമ്പൻ തരംഗം സൃഷ്ടിച്ച മോഹൻലാലിന്റെ തുടരും എന്ന സിനിമ തിയേറ്ററിലെത്തിയിട്ട് ഇന്നലെ വെള്ളിയാഴ്ച 50 ദിവസം പിന്നിട്ടിരുന്നു. ചിത്രത്തിന്റെ 50 ഡേ പോസ്റ്റർ കഴിഞ്ഞ ദിവസം പുറത്തു വരികയും ചെയ്തിരുന്നു. OTT-യിലേക്ക് പോയിട്ടും പ്രദർശനം തുടരുന്ന തിയേറ്ററുകളിൽ ഇപ്പോഴും സിനിമയ്ക്ക് മികച്ച പ്രേക്ഷക പിന്തുണയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ചിത്രം 50 ദിവസം കൊണ്ട് കേരളത്തിൽ 118 കോടി 80 ലക്ഷത്തോളം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 233 കോടിക്ക് മുകളിലും കളക്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.